ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു അവസരം കൂടി ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപിൽ ഏതുമില്ല എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്ന ചില നിമിഷങ്ങളുണ്ട്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഞാൻ വലിയ മിടുക്കനാണ്, എനിക്ക് വലിയ കഴിവുകളുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ആളുകളുടെ ഇടയിൽ മാന്യതയുണ്ട്, എല്ലാം നല്ലതാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നാം ഏതുമില്ല എന്ന് അംഗീകരിക്കുകയും അത് തിരിച്ചറിയുകയും വേണമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരാ നിങ്ങളോട് പറയുവാനുള്ളത്. കാരണം മനുഷ്യൻ്റെ ആയുസ് വളരെ തുച്ഛമാണ്. 70 അല്ലെങ്കിൽ 80, അതിനപ്പുറമുള്ള ജീവിതം വളരെ ദുരിതപൂർണവും ബുദ്ധിമുട്ടേറിയതുമാണ്. 90-ാം സങ്കീർത്തനം രചിച്ച മോശ തൻ്റെ സഹോദരനായ അഹരോൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ രചിച്ചിരിക്കുന്ന സങ്കീർത്തനം 90, അതിൽ മനുഷ്യൻ ആരാണെന്നും ദൈവം ആരാണെന്നും മോശ ദൈവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനവും തിരിച്ചറിവും വെച്ച് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആ 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യം വളരെയധികം പ്രസക്തമാണ്. മോശ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം. അതെ, ഇന്ന് ലോകത്തിൽ മനുഷ്യന് ഈ തിരിച്ചറിവാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നാം ചില കാര്യങ്ങൾ അംഗീകരിക്കുകയും തിരിച്ചറിയുകയും വേണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അതിന് ജ്ഞാനമുള്ളൊരു ഹൃദയം വേണം. കാര്യങ്ങൾ നന്നായി വിവേചിച്ചറിയണം. നമുക്കാകെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ആയുസ് അങ്ങേയറ്റം 80 വയസ്സാണ്. അതിനപ്പുറം ജീവിക്കുന്നവരുണ്ട്. ആദിമ കാലത്തിൽ 965 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നവരെക്കുറിച്ച് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അത് കുറഞ്ഞ് മോശയുടെ കാലം വന്നപ്പോൾ അത് 120 വയസ്സായി. അവിടുന്ന് അത് പിന്നെയും കുറഞ്ഞ് 60, 70, 80 ഒക്കെ ആയി ചുരുങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ഇത്രയും മാത്രം ആയുസ്സുള്ള മനുഷ്യൻ്റെ ചിന്ത അവനൊരിക്കലും മരിക്കുകയില്ല എന്നാണ്. ലോകം വെട്ടിപ്പിടിച്ച് എന്തും കൈവശമാക്കാം എന്നുള്ള ധാർഷ്ട്യം അവനെ നിഗളിയും അഹങ്കാരിയുമാക്കി തീർത്തു. 33-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഒരു വലിയ പോരാളിയുണ്ട്. അദ്ദേഹത്തെ ലോകം വാഴ്ത്തുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി എന്നാണ്. തൻ്റെ പിതാവായ ഫിലിപ്പിൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുവാൻ അലക്സാണ്ടർ
വളരെയധികം അധ്വാനിച്ചു. ലോകം മുഴുവനും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി. അദ്ദേഹത്തിന് ലോകം പേര് ചാർത്തി കൊടുത്തു, മഹാനായ അലക്സാണ്ടർ. ഈ മഹാനായ അലക്സാണ്ടർ കേവലം 33 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്നാണ് ചരിത്രരേഖകൾ തെളിവ് നൽകുന്നത്. ഈ 33 വയസ്സുകൊണ്ട് തനിക്ക് പല രാജ്യങ്ങളെയും കീഴടക്കി ഒരു ചക്രവർത്തി എന്നുള്ള പട്ടം നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ താൻ ഇവിടുന്ന് വിട പറയുമ്പോൾ ഈ വെട്ടിപ്പിടിച്ചതിൽ ഒന്നും കൂടെ കൊണ്ടുപോകുവാൻ സാധിച്ചില്ല എന്നതും ചരിത്രമാണ്. അതുകൊണ്ട് അലക്സാണ്ടറുടെ ശവപ്പെട്ടിയുടെ 2 സൈഡുകളിലായി 2 ദ്വാരങ്ങളിട്ടിട്ട് തൻ്റെ കൈകൾ രണ്ടും ആ ശവമഞ്ചത്തിൽ പുറത്തേക്ക് ഇട്ടുകൊണ്ടാണ് അലക്സാണ്ടർ യാത്ര പറഞ്ഞു പോയത്. അതായത് ഇയ്യോബ് പറയുന്നത് പോലെ, ഞാൻ നഗ്നനായി ഈ ഭൂമിയിലേക്ക് വന്നു, ഞാൻ തിരികെ പോകുന്നതും നഗ്നനായിട്ട് തന്നെയാണ്. പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുവാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉള്ള അവസ്ഥ നാം തിരിച്ചറിയണം. മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെ വെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അതെല്ലാം ഇവിടെ ഇട്ടിട്ട് നാം പോകേണ്ടവരാണ്. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പോകുമ്പോൾ നമ്മുടെ സ്നേഹിതരും അയൽക്കാരും കൂട്ടുവിശ്വാസികളും ഒക്കെ ആ മനുഷ്യൻ്റെ വേർപാട് ഞങ്ങൾക്ക് വേദനയുളവാക്കുന്നു, ഒരു നഷ്ടമായി തോന്നുന്നെന്ന് പറയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിച്ചെങ്കിൽ അതാണ് നമ്മുടെ വിജയം. അപ്പോൾ തന്നെ ദൈവവിശ്വാസികളായിരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിത്യജീവിതത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കുകയും വേണം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെയാണ് മോശ പറഞ്ഞ ആ വാക്യം പ്രസക്തമാകുന്നത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. സ്തോത്രം. അതെ, നാളുകൾ ചുരുക്കമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ നാളുകൾ തീരുമാനിച്ചിരിക്കുന്ന ദൈവമാണ്. നമുക്കാർക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്, നമ്മുടെ ആയുസ്സിനോട് അതിന് നീളം ഒരു മുഴം കൂട്ടുവാൻ നമുക്കാർക്കും സാധ്യമല്ല എന്ന് കർത്താവ് യേശുക്രിസ്തു തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. നാം വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ആയുസ്സിനെ നീട്ടുവാൻ സാധ്യമല്ല. സത്യമല്ലേ? ഓക്സിജൻ തന്ന് വെന്റിലേറ്ററിൽ വേണമെങ്കിൽ ആശുപത്രിക്കാർ നമ്മളെ കിടത്തും. എന്തു പ്രയോജനം? മരിച്ചതിന് തുല്യം തന്നെയാണ്. എന്നാൽ ആ ലഭിച്ചതായ ചെറിയ ആയുസ്സിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാനും ദൈവത്തിൻ്റെ വഴികൾ നടക്കുവാനും നമുക്ക് സാധിച്ചുവെങ്കിൽ അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ദൈവരാജ്യത്തിലാണ് വിശ്വാസികളായ ഓരോ ദൈവമക്കളും ചെലവഴിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് നാം കൂടുതലായും ചിന്തിക്കേണ്ടത്. ഈ ലോകത്തിൽ ജന്മം നൽകിയ ദൈവത്തിനറിയാം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അതെല്ലാം ദൈവം നടത്തി കൊടുത്തുള്ളൂ. എന്നാൽ മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ജ്ഞാനമുള്ള ഒരു ഹൃദയം നമുക്ക് ലഭിച്ചാൽ നാം പിന്നെ ഈ ലോകത്തിലെ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ഓടുകയില്ല. അന്നന്നത്തേക്കുള്ള കാര്യങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിത്തരും. അതിനപ്പുറം കിണഞ്ഞ് പരിശ്രമിച്ച് വെട്ടിപ്പിടിച്ച് നേട്ടങ്ങളുണ്ടാക്കി ഒടുവിൽ വിട്ടുപോകുമ്പോൾ ദുഃഖത്തോടെ പോകേണ്ടി വന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവത്തിൻ്റെ അതിനെ ഓർപ്പിക്കുന്നു. ഒരു മനുഷ്യൻ മുഴു ലോകവും നേടിയാലും
തൻ്റെ ആത്മാവിനെ, അതെ തൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്തു പ്രയോജനമെന്ന് കർത്താവ് ഒരു ഉപമയായിട്ട് മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നാം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അതെല്ലാം വിട്ടിട്ട് പോകേണ്ടി വരും. എന്നാൽ അക്കരെ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ നിത്യത നാം എവിടെ ചിലവഴിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വഴികളിൽ കൂടി നടന്ന ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചവർ പറയും, ഞാൻ എൻ്റെ നിത്യത ദൈവരാജ്യത്തിൽ ദൈവത്തോടൊപ്പം ചിലവഴിക്കും. എന്നാൽ അങ്ങനെ ഒരു ഉറപ്പും ധൈര്യവും ഇതുവരെ ലഭിക്കാത്തവർ, അങ്ങനെ ഒരു ക്രമീകരണം ചെയ്യാൻ കഴിയാത്തവർ പറയും, അവർക്കതിനെക്കുറിച്ചൊന്നും പറയുവാൻ സാധ്യമല്ല, അറിയത്തില്ല എന്ന് ചിലപ്പോൾ ചിലർ പറയും. സ്തോത്രം. അങ്ങനെയല്ല. നമുക്ക് ഒരു അറിവുണ്ടായിരിക്കണം, നമുക്കൊരു ജ്ഞാനം ഉണ്ടായിരിക്കണം. എൻ്റെ മരണശേഷം ഞാൻ എവിടേക്ക് പോകും? സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? നമ്മുടെ നിത്യജീവൻ നാം എവിടെ ചെലവഴിക്കും എന്നുള്ള കാര്യം അത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് മോശയുടെ ആ വാക്യം നമുക്ക് ഒന്നുകൂടെ ഉരുവിടാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. സ്തോത്രം. ഈ ലഭിച്ച ആയുസ്സിൽ ഉള്ളിൽ ആമേൻ ഏറ്റവും ശ്രേഷ്ഠകരമായി നമ്മുടെ പ്രാണന് വേണ്ടി കരുതുവാൻ, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുവാൻ വളരെയധികം ഉത്സാഹമുള്ളവരായി തീരണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈ വചനം എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. സ്തോത്രം. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.